ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? ഇന്ന് അൺസ്കിൽ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെ ഏട്ടാ. നിങ്ങൾ ഇപ്പോഴും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ സ്റ്റഡി വിസ എടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റഡി വിസ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ ആ രീതിയിൽ നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തി പഠിച്ചു കഴിഞ്ഞ് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. സ്കിൽഡ് ജോബ്സ് നോക്കുന്നവർക്ക് ഇനിയും അവസരങ്ങളുണ്ട് ഏട്ടാ. ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ എന്ന സൈറ്റ് എടുക്കുക. സപ്ലിമെൻ്ററി സീസണൽ എംപ്ലോയേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഇൻ്റർനാഷണൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ള അക്രഡിറ്റഡ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കമ്പനീസിൻ്റെ പേര് നമുക്കിവിടെ നോക്കാം. പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ ആൻഡ് ഫാം വർക്കേഴ്സിനെയാണ് വിളിക്കുന്നത്. അതുകൂടാതെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ആവശ്യമുണ്ട്, ഓട്ടോമൊബൈൽ വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല ഫീൽഡിലേക്കും ഇതുപോലൊരു സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇമിഗ്രേഷൻ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലേബർ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ആളുകളെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് കമ്പനീസിൻ്റെ ആ കമ്പനീസിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക. കൂടാതെ അവരുടെ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും റെക്കഗ്നൈസ്ഡ് സീസണൽ എംപ്ലോയേഴ്സ് ലിസ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. ഇത് ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സീസണൽ റെക്കഗ്നൈസ്ഡ് എംപ്ലോയേഴ്സിനെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് വിസയാണ്. എങ്കിലും ഇവിടെ പല സമയത്തും ഈ സീസണൽ എംപ്ലോയേഴ്സ് ഇവിടെ റിക്രൂട്ട് ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെ കമ്പനീസാണ് ഈ കൊടുക്കുന്നത്. ഇത് 18 ജൂലൈ 2028 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. AS ബിലോക്സ് ആൻഡ് സൺസ് ലിമിറ്റഡ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇവർ പുക്കോക്കോഹി എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തത് AB വുഡ് ഹോൾഡിങ്സ്. ഇത് 31 ഒക്ടോബർ 2026. ഈ ഡേറ്റ് കണ്ടിട്ട് നിങ്ങളത് എക്സ്പയറി ആയി എന്ന് വിചാരിക്കണ്ട. ഇത് അവർ വീണ്ടും ഇതിവിടെ റിന്യൂ ചെയ്യും. അപ്പോൾ വീണ്ടും അത് നീട്ടിക്കിട്ടും. അടുത്തത് 15 നവംബർ 2026 ഇവരുടെ അക്രഡിറ്റേഷൻ അവസാനിക്കുന്നത്. അനീഡ് 17 ലിമിറ്റഡ്. അപ്പോൾ അവരുടെ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്ലൻഡിലാണ് കേട്ടോ. അടുത്തത് AG വർക്ക്സ് ലിമിറ്റഡ്, 18 സെപ്റ്റംബർ 2028. വളരെ നീണ്ട കാലഘട്ടത്തേക്കുള്ള ഒരു അക്രഡിറ്റേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ AG വർക്ക്സ് ലിമിറ്റഡ്. ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അൽപ്പ വിറ്റികൾച്ചറൽ സർവീസസ് ലിമിറ്റഡ്, 23 ഓഗസ്റ്റ് 2026. അത് കഴിയുമ്പോൾ അവർ വീണ്ടും അതിവിടെ റിന്യൂ ചെയ്യും. അവിടെ ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്. ബ്ലെനിം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അപ്പാറ്റ ഗ്രൂപ്പ് ലിമിറ്റഡ്. നെക്സ്റ്റ് അപ്പാറ്റു ഫാംസ് ലിമിറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാം ജോബ്സൊക്കെ കൂടുതലുണ്ടെന്ന്. അപ്പോറോ ഓർക്കാഡ് ലിമിറ്റഡ്, ആംസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലിമിറ്റഡ്. ഇതൊക്കെ തന്നെ ഫാംസാണ്. ഹാർമേഡ് ഓർക്കാഡ്സ് ലിമിറ്റഡ്. ഇനി ഈ ലോഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് ഇവിടെ കാണാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 5-6 കമ്പനീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ജോബിന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ വിൻ്റർ കഴിയുമ്പോൾ സീസണൽ എംപ്ലോയേഴ്സിനെ സെലക്ട് ചെയ്ത് തുടങ്ങും. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സീസണൽ എംപ്ലോയേഴ്സ് ലിസ്റ്റാണിത്. ഇവർക്ക് ഇൻ്റർനാഷണൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള അനുമതിയുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അവരുടെ ജോബിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏത് രീതിയിലാണ് നമുക്ക് ജോലി കിട്ടുന്നതെന്ന് അറിയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കമ്പനികളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുക. ലിങ്ക്ഡിനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനികളുടെ CEOs, അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ്, HR എക്സിക്യൂട്ടീവ്സ് ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സ് അപ്പോൾ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒഴിവുണ്ടോ, നിങ്ങൾക്കത് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ലിങ്ക്ഡിൻ വഴി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. നല്ലൊരു CV ഉണ്ടാക്കുക. ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കുക. ഒരു CV 2 പേജിൽ ഒരിക്കലും കവിയരുത്. നിങ്ങളുടെ ഫോട്ടോ അതിൽ കൊടുക്കരുത്. മാർഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ ഇതൊന്നും അതിൽ കൊടുക്കരുത്. ATS ഫ്രണ്ട്ലി CV തന്നെ അയക്കണം. അത്തരത്തിലുള്ള CVകളാണ് ഇവിടെ ട്രാക്കിങ്ങിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും യൂറോപ്പാസ് CV ന്യൂസിലൻഡിലേക്ക് ഉപയോഗിക്കരുത്. ന്യൂസിലൻഡിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ വേണം നിങ്ങൾ CV തയ്യാറാക്കാൻ. അപ്പോൾ പഴയ CV ഒക്കെ മാറ്റിയിട്ട് പുതിയ ഒരു CV ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാം എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ചതിനോടനുബന്ധിച്ചുള്ള ഓൺലൈൻ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സിന് ജോലി തരാനായിട്ട് ഇൻട്രസ്റ്റ് കൂടും. കാരണം നിങ്ങളൊരു ഫാസ്റ്റ് ലേണറാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും അതുപോലെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ see you. Bye.